വയനാട്ടിൽ ഒരു സൈറ്റിൽ പോകാണെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും നോക്കാതെ ഞാൻ മക്കളെ മാറ്റിച്ച് ഞാനും കൂടെ ഇറങ്ങിട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ അതും വാങ്ങി വണ്ടിയിൽ വെച്ച് ഒരു മുളയരി പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതാണ് കേട്ടോ ആ സൈറ്റ്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഇവിടെ പോയിന്, ഇവിടെ അളവെടുക്കാനോ എന്തിനോ പോയപ്പോൾ ഞങ്ങൾ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ എന്തോ ആവശ്യത്തിന് വന്നാണ്. അപ്പോൾ പിന്നെ വയനാട്ടിലേക്കല്ലേ, എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഗുണ്ടൽപേട്ട് പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വരാമെന്ന്. അപ്പോൾ ഈ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കണ്ടൊരു വ്യൂ നോക്കി വലിയൊരു പാറുണ്ട്, ഒരു മല. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും 1 മണി 2 മണിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ സ്പെഷ്യലാണ് ബീഫ് വരട്ടിയെടുത്തത് എന്ന് പറഞ്ഞിട്ട് തന്നാണ്. എന്തൊക്കെയോ ഇത് പറയുന്നുണ്ടേനു, പക്ഷേ എന്താ വെച്ചാൽ ഭയങ്കര ഉറപ്പായിരുന്നു, എനിക്ക് തിന്നാനാവില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ടിരിക്കുമ്പോൾ ആദിവാസികളുണ്ട് വിറക് വറ്റി പോകണം. അതേപോലെ നെല്ലിക്ക സീസൺ ആണെന്ന് തോന്നുന്നുണ്ട്. സൈഡിൽ നിറച്ചും കൊണ്ടുവച്ച് കാണുന്നുണ്ട്. കൊരങ്ങനെ കൊടുത്താലോ? അല്ല മുഖത്തൊക്കെ എന്താ ഇത് കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോയിക്ക് പേടിയാ. ആന ഈ സൈഡിലല്ലേന്ന് പറഞ്ഞൊരു കാര്യമില്ല. ആനയും എനിക്ക് ഭയങ്കര പേടി. അതിങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മതി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒച്ചിട്ടു. ഞങ്ങൾ ഗുണ്ടൽപേട്ടൊക്കെ എത്തിയപ്പോൾ പിന്നെ പ്ലാനിങ് മാറ്റി ഊട്ടിയിലേക്ക് പോയാലോ എന്നായി. ഏതായാലും തിങ്കളാഴ്ച ദീപാവലിൻ്റെ അവധിയൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒന്ന് വെറുതെ ഊട്ടിയിലേക്ക് പോയിട്ട് വരാം. ഡ്രസ്സൊന്നും എടുത്തില്ല, പ്ലാൻ ചെയ്യാത്തൊരു പോക്കാണ്. അപ്പോൾ ഞങ്ങൾ മസനഗുഡി വഴി അങ്ങനെ ഊട്ടിയിലേക്ക് അങ്ങോട്ട് പോയി. മാനിന്റെ കൊമ്പുള്ളത് ചെറിയ മാൻ. അതാ പന്നി. പന്നി അതോ ഇതോടാ നടന്നു പോണ. എത്ര വട്ടത്തിലൊക്കെ പോയിണെന്ന് പറഞ്ഞാലും മക്കൾക്ക് പിന്നെയും കുരങ്ങനെയും മാനിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഊട്ടിയിലെത്തി. അവിടെ റൂം എടുത്ത് നിന്ന് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഇത് കാണുന്നത്. ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെയാണ് കയറിയത്. മസാല ദോശയും ഇതൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അല്ലാത്ത അവിടെയൊക്കെ പോകുമ്പോൾ പൊറാട്ടയും ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. കറിയൊക്കെ വേറെ മോഡലായിക്കൊല്ലോ ഉണ്ടാവും. അപ്പോൾ വെജിറ്റേറിയനിൽ തന്നെ കയറി. അങ്ങനെ മസാല ദോശയും പൊങ്കലും പൂരിയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനും മോനും മസാല ദോശ അല്ല നെയ്റോസ്റ്റ്, മസാല ദോശ എന്നായിപ്പോയതാണ്. അപ്പോൾ നെയ്റോസ്റ്റിൻ്റെ കോലം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഓല്. പിന്നെ ഇവള് പിന്നെ ഭക്ഷണം കൊടുത്താൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കില്ല, വേഗം അത് തിന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടിയൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊന്ന് പോയി. അവിടുന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ ഫ്ലവേഴ്സൊക്കെ അമ്മച്ചിക്കല്ലേ കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓനോൻ്റെ സർക്കസിൽ എന്താ പറയുക, സർക്കസിൽ അതിനെന്താ വാക്ക് കിട്ടില്ലല്ലോ, ഏർപ്പെട്ടതാണ്. ഒരിക്കൽ കയറി മുകളിലെത്തിയപ്പോൾ ഓനെന്നെ ആവേശം. അപ്പോൾ പിന്നെയും കയറുക. തലയും കുത്തിനെ വീണാൽ ഒരു സൈഡിലേക്ക് വീണാൽ പുല്ലാണ് വിചാരിക്കുക, മറ്റേ സൈഡിൽ സ്റ്റെപ്പാണ്. പിന്നെ ചെടി വീണു. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ സർക്കസും കാര്യങ്ങളും ഉണ്ടാവും ഇഷ്ടം പോലെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, അതിൻ്റെ സ്വാഭാവികമാണല്ലോ, പുല്ലിക്കൂടെ നടന്നു ഓടും മരത്തുമ്മൽ കയറിയൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പുറത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. മേട്ടുപ്പാടം കോയമ്പത്തൂർ വ്യൂ ആണ് കണ്ടത്. കോട കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതല്ലാത്തതുകൊണ്ട് മക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സൊക്കെ കുറവേനു കേട്ടോ. ഒരു ദിവസത്തേക്കാണെങ്കിലും ഡ്രസ്സ് വേണമല്ലോ മക്കൾക്ക്. പിന്നെ പുറത്തേക്ക് എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഒരു ഡ്രസ്സ് എക്സ്ട്രാ കയ്യിലെടുക്കണോണ്ട് ഓർക്കുണ്ടായിരുന്നു, ഞങ്ങൾക്കുള്ളതായിരുന്നു പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. സ്വെറ്റർ പിന്നെ മക്കൾക്കൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് അല്ലേ കരുതി ഞാൻ വാങ്ങിയില്ല, ഊട്ടിയിൽ പോയിട്ട് തണുപ്പൊന്ന് ആസ്വദിക്കട്ടെ കരുതി. പക്ഷേ ഒടുക്കത്തെ തണുപ്പേനു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു.